യൂഷ്വലി ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് പല സമയത്ത് പല സ്റ്റേജിൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് PR കിട്ടിയിട്ട് ഇവിടെ സെറ്റിലാവുന്ന ആൾക്കാരുണ്ട്. പിന്നെ PR തന്നെ കിട്ടിയിട്ട് നേരെ ഓസ്ട്രേലിയയിലേക്ക് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് തന്നെ വന്ന് ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്ത് PR ഒക്കെ ഒപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടെ വന്ന് സെറ്റിലായിട്ട് ഒരു 10-15 വർഷമായിട്ട് അല്ല 10 വർഷത്തോളം ആയിട്ട് ഇവിടെ വന്ന് സെറ്റിലായി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ സെറ്റിലായി ജീവിക്കുന്ന ആൾക്കാർ സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു വീടൊക്കെ ആയി കാണും. എന്നാലും ഒരു സ്വന്തം താമസിക്കാനായിട്ടുള്ളൊരു വീടല്ലേ ആദ്യം വാങ്ങേണ്ടത് ഒരാൾ? അങ്ങനെയാണോ? അതോ റെൻറ്റിന് താമസിച്ചാൽ മതിയോ? എന്താണ് വാട്ട് ഈസ് യുവർ തിങ്? അത് താമസിക്കാൻ സ്വന്തമായിട്ട് വീട് വാങ്ങണമെങ്കിൽ ഏതാണ് അതിന് കറക്റ്റ് ടൈം എന്ന് പറയുന്നത്? ഇതിലൊരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ ഞാൻ ആളല്ല. കാരണം അതൊരാളുടെ ഫാമിലിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. താമസിക്കാൻ വീട് വാങ്ങണോ റെന്റിന് താമസിക്കണോ എന്നുള്ളത്. പക്ഷെ പൊതുവെ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു സാധനം പറഞ്ഞു തരാം ഞാൻ. നാട്ടിൽ നിന്ന് വരാൻ നേരത്ത്, ഓസ്ട്രേലിയയിലോട്ട് വരാൻ നേരത്ത് ഒരു ഹോം എന്ന് പറഞ്ഞൊരു ഡ്രീം ആൾക്കാരുടെ ഉള്ളിൽ ഓൾറെഡി കയറും. കാരണം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സാധനമേ ആൾക്കാർക്ക് പലരും നല്ലൊരു വീട് വാങ്ങി താമസിക്കാവുന്ന ഒരു സ്ഥലമായിട്ടാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഞാനും വന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ വൺ ഓഫ് ദ ഡ്രീം ടു അച്ചീവ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് വാസ് ഓണിങ് എ ഹോം. പക്ഷേ ഞാൻ ഇവിടെ തന്നെ കാട്ടി അടിപൊളിയായിട്ട് വീടൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള US-ലാട്ടോ. US-ലാണോ? അത് അവിടുത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൊട്ടാരം പോലത്തെ വീടുകളായിരിക്കും. അടിപൊളി. സാധാ അവിടെ എനിക്കറിയത്തില്ല വീടിനൊക്കെ വില കുറവാണെന്ന് അറിയത്തില്ല. എവിടെ പോയാലും അതിപ്പോൾ ന്യൂയോർക്കിലാണെങ്കിലും ഫ്ലോറിഡയിലാണെങ്കിലും പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലൊന്നും ഞാൻ പോയിട്ടില്ല. ലോസ് ഏഞ്ചൽസിലൊക്കെ മണിമാളികളാണെന്നാണ് കേട്ടിട്ടുള്ളത്. എല്ലാം വലിയ ഗംഭീര വീടുകളായിരിക്കും, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതെല്ലാം ബേസ്മെന്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീടുകളായിരിക്കും വിത്ത് സ്ഥലം. അതെ, അത്ര വലിയ വീടുകൾ ഇവിടെ കണ്ടില്ലേ, ഉണ്ടാവുമായിരിക്കാം. ഈ ഒരു ഡ്രീം ഓസ്ട്രേലിയ ആക്ച്വലി സെല് ചെയ്യുന്നുണ്ട് ആൾക്കാരെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. UK-ലോ അയർലൻഡിലോ ഒക്കെ ഉള്ള പല മലയാളികളും ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലോട്ട് വരുന്നത് തന്നെ ഇവിടെ വീട് വെച്ച് താമസിക്കാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. UK ഭയങ്കര ശോകമാണ്. ഇവിടെ നടക്കുന്ന ഒരു ട്രാപ്പ് ആൾക്കാർ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നില്ല. ഇതിന്റെ ട്രാപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെ 10% ഡെപ്പോസിറ്റ് ഉണ്ടാവുള്ളൂ. ദേ പുട്ട് എ ബിഗ് അതർ എന്താ പറയുക, വലിയൊരു ഇതെടുത്തുകൊണ്ട് കടം എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ വീട് വാങ്ങുന്നത്. അപ്പോൾ വലിയ വീട് താമസിക്കാനുണ്ടാവും. ഈ വീട്ടിൻ്റെ ഉള്ളിലെ ജീവിതം എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത് പലരും റിയലൈസ് ചെയ്യാറില്ല. റൈറ്റ്? ആൻഡ് ഐ കീപ് ഹിയറിങ് ദ സെന്റിമെന്റ്സ് ഫ്രം ദം. ഒരു 10 വർഷം 20 വർഷം താമസിച്ചവരൊക്കെ ഇപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ബാർബിക്യൂ ഡിസ്കഷനിൽ നടക്കുന്ന ടോപ്പിക് തന്നെ, അളിയ ബാക്കി കാശൊന്നും ബാക്കിയില്ലല്ലോ, ഇത് ഒക്കെ ഇങ്ങനെ EMI അടഞ്ഞ് തീരുകയാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ബാക്കി വേണ്ടേ? ഈ ഡിസ്കഷൻ ആണ് 10-20 വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്നത്. അതിനുള്ള വൺ റീസൺ ഈസ് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്നതിനേക്കാൾ വീട് ഓൾറെഡി അവർ സ്ട്രെച്ച് ചെയ്തങ്ങ് വാങ്ങി. ബിക്കോസ് ഓഫ് ദ ഡ്രീം. നല്ല വീട്ടിൽ താമസിക്കണമെന്നുള്ള ഇമോഷണൽ ഫിയർ കാരണം അവർ സ്ട്രെച്ച് ചെയ്ത് ഈ സാധനം ഓൾറെഡി വാങ്ങി. ആൻഡ് ദെൻ ഈ ട്രാപ്പിൽ നിന്ന് പുറകോട്ട് മാറ്റൂല. ട്രാപ്പിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ EMI അടച്ചോണം. EMI അടക്കണമെങ്കിൽ ജോലി ചെയ്തോണം. അടുത്ത 20-30 കൊല്ലം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തോ, ദെൻ പേ ബാക്ക് ദ EMI. റൈറ്റ്? അപ്പോൾ ഈ റിയലൈസേഷനും പല ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ അഗെയിൻ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഏതാണ് കറക്റ്റ് വാങ്ങാൻ പറ്റിയ സമയം? അതായത് PR ഒക്കെ കിട്ടിക്കഴിഞ്ഞ് സെറ്റിലായിട്ട് പതുക്കെ വാങ്ങിച്ചാൽ മതിയോ? അതൊക്കെ എന്നാലും ലൈക്ക് നിങ്ങൾ എന്തായിരിക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുക? ഇത് ബെസ്റ്റ് സമയം മീൻസ് ഇതിപ്പം ഒരു ദുബായിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തൊരു ഫാമിലി ആയിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അവർ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 4 മാസത്തോളമായി. PR ആയിട്ട് വന്നതാണ് ഫാമിലി. അവരുടെ അടുത്ത് നല്ല സേവിങ്സ് ഉണ്ട്. അവർ ദുബായിൽ നിന്ന് ഏൺ ചെയ്ത നല്ല സേവിങ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു, ജോലി അടുത്താണ്. പക്ഷെ അവിടുത്തെ വീടിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ $1.5 മില്യൺ മേലെ. അതായത് ആ ഒരു സാധാരണക്കാരനൊക്കെ അഫോർഡ് ചെയ്യാവുന്നതിനേക്കാളും മേലെ. ഇവരായിട്ട് പേഴ്സണലി ഒരു തീരുമാനം എടുത്തു, ദാറ്റ് ക്യാൻ വി ഇവാലുവേറ്റ് ബോത്ത്. അത് അവരെന്നെ അപ്രോച്ച് ചെയ്തത് ആ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ താമസിക്കാൻ വേണ്ടി വീട് വാങ്ങുന്നതാണോ നല്ലത്, പക്ഷേ നമുക്ക് റെൻറ്റിന് താമസിക്കാവോ? അങ്ങനെ ഒരാൾ ഓൾറെഡി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ദെൻ ഐ ക്യാൻ ഹെൽപ്പ് ദം. റൈറ്റ്? അല്ലാതെ ഒരാൾ വീട് വാങ്ങാൻ പോകുന്ന ഒരാളോട് ഐ കനോട്ട് ബി സേയിങ് ദാറ്റ് വീട് വാങ്ങല്ലേ എന്ന്. അതായത് ഒരാളുടെ ഇമോഷണൽ തീരുമാനമാണ്. അയാളുടെ ലൈഫിനെ നമ്മൾ ഇമ്പാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ ഐ ക്യാൻ ഡു ഈസ് എ പ്രൊഫഷണൽ അഡ്വൈസ്. നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ വീട് വാങ്ങുന്നതിനും പകരം ഇതേ ആൾ ഇഷ്ടമുള്ള സ്ഥലത്ത് റെൻറ്റിന് താമസിച്ചോട്ടെ.
ലൈക്ക് ദേ ക്യാൻ അവർ വാങ്ങുന്ന വീടിനേക്കാൾ വലിയ വീട്ടിൽ ചിലപ്പോൾ ബീച്ച് ഫേസിങ് വീട്ടിൽ ചിലപ്പോൾ അവർക്ക് റെന്റിന് താമസിക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ $700 ആഴ്ച കൊടുത്താൽ മതി. എന്നിട്ട് ഈ വീട് വാങ്ങാൻ വെച്ചിരിക്കുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ട് ദേ ക്യാൻ ബൈ 2 or 3 ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൗസസ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോം റെൻ്റ് അടഞ്ഞു പോയിക്കോളും, അത് ഗ്രോ ചെയ്തോളും. എന്നിട്ട് വെനവർ അത്യാവശ്യം നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ $1.5 million ഒക്കെ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നല്ല വെൽത്ത് നമ്മുടെ ബാങ്ക് ബാലൻസിൽ ഉണ്ടാവണം. അത്രയും വെൽത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഓൺ ചെയ്തതിന് ശേഷം നല്ലൊരു ഡ്രീം ഹോം വാങ്ങിക്കോ. ആദ്യമേ കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിലെ കാശ് മൊത്തം ഇട്ടിട്ട് വീട് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ സങ്കടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലെറ്റ് ദ വെൽത്ത് ഗ്രോ, റൈറ്റ്, ബൈ സ്ട്രാറ്റജിക്കലി ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ആൻഡ് എന്താ പറയുക, ലെറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഓർ ആ ഒരു വെൽത്ത് വർക്ക് ഫോർ യു. നിങ്ങൾ ജോലി മാത്രമല്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, അതിന് കാശ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനറലി ഇറ്റ് ഈസ് റെക്കമെൻഡഡ് സ്റ്റാർട്ട് വിത്ത് ഈ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റിംഗ്, റെൻറ്റിന് താമസിക്കുക, നല്ല ലൊക്കേഷനിൽ താമസിച്ചോ. ബിക്കോസ് അപ്പോൾ കാരണം ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. എന്നിട്ട് വെനെവർ ഇസ് ദ റൈറ്റ് ടൈം അവർക്ക് തോന്നുകയാണ് ഓക്കെ ഇനി നമുക്ക് വീട് വാങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് പോയിട്ട് വീട് വാങ്ങാം. അപ്പോൾ നമ്മുടെ 1 million ഓഫർ. സോ നിങ്ങൾ എന്താണ് ചെയ്യുക? നെക്സ്റ്റ് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താ പറയുക, നിങ്ങൾ എന്നെ ഒരു ക്ലയൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുക. അതെ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് എവിടെ സുജിത്തിന് ലൊക്കേഷൻ, എവിടെ ഓസ്ട്രേലിയയിൽ എവിടെ വാങ്ങണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എവിടെ വാങ്ങാൻ സജസ്റ്റ് ചെയ്യും? അപ്പോൾ ഈ 2026 ഈ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2026 വളരെ ചില ലൊക്കേഷനുകൾ മാത്രമേ ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. അതായത് ലൈക്ക് അടുത്ത 5-10 വർഷം 15 വർഷത്തേക്കുള്ള ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. ഇതെവിടെയായി കാണിക്കുന്നത് ഈ ഗ്രോത്ത്? അപ്പം ഈ ഗ്രോത്ത് പഠിക്കുന്നത് അത് മോർ ഓഫ് എന്താ പറയാ, അതൊരു റിസർച്ച് സ്റ്റഡി. എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? അതോ? അതെ, അപ്പം നമ്മുടെ കമ്പനിയിൽ ഒരുപാട് എന്താ പറയാ ലൈക്ക് പ്രീമിയം ഡാറ്റ സബ്സ്ക്രിപ്ഷൻസ് നമുക്കുണ്ട്. അതായത് ഒരു ലൊക്കേഷനിലെ ഫോർ എക്സാമ്പിൾ അവിടെയുള്ള സപ്ലൈ എങ്ങനെ കുറയുന്നു, അവിടെയുള്ള ഡിമാൻഡ് എങ്ങനെ കൂടുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള വേക്കൻസി റെന്റിൽ എത്ര കിട്ടുന്നുണ്ട്, അതെല്ലാം പഠിക്കുന്ന ഒരുപാട് ലൈക്ക് DSR, HTAG, കോർ ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡാറ്റ സബ്സ്ക്രിപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വി ഗെറ്റ് എ വെരി ക്ലിയർ ഐഡിയ ഏതൊക്കെ ലൊക്കേഷൻസ് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. പെർത്ത് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ 2020 നേരത്തെ പറഞ്ഞ ഒരു 350-350K പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിരുന്നു. ഇന്നത് 700K ആയി. അതായത് ഓൾമോസ്റ്റ് ഡബിൾ ആയി കഴിഞ്ഞ 5 വർഷത്തിൽ. ഇന്ന് സുജിത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമോ? അറിയില്ല. അപ്പം അനദർ ഫാക്ടർ ഈസ് ദ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത്. ഓൾറെഡി കഴിഞ്ഞ 5 വർഷത്തിൽ ഡബിൾ ആയൊരു മാർക്കറ്റിലോട്ട് അടുത്ത 10 വർഷത്തിലോട്ട് ആൾക്കാർ കാരണം ഓസ്ട്രേലിയയുടെ ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8-9%. അപ്പോൾ വളരെ എന്താ പറയുക, അപ്പം അഗെയിൻ കമ്മിങ് ബാക്ക് ഇൻ ടു ദ ഡിഫറെൻറ്റ് റിസർച്ച് എലമെൻറ്റ്സ് ടു ഫൈൻഡ് ദ ലൊക്കേഷൻ. അപ്പം വിക്ടോറിയയിലും ന്യൂ സൗത്ത് വെയിൽസിലും ടാസ്മാനിയയിലും ഒക്കെ വേറെ ദർ ആർ ലോഡ് ഓഫ് ലൊക്കേഷൻസ് അവൈലബിൾ. അപ്പോൾ ദ ഫസ്റ്റ് വാല്യൂ ദാറ്റ് യു ഗെറ്റ് നമ്മുടെ ഈ ഒരു എൻഗേജ്മെൻറ്റിൽ സുജിത്തിൻ്റെ ബഡ്ജറ്റിന് വളരെ ആപ്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? സുജിത്ത് പറഞ്ഞു എന്താ പറയുക 1 million ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 500,000 വീട് വാങ്ങണോ, 800,000 വീട് വാങ്ങണോ, 900,000 വീട് വാങ്ങണോ? കയ്യിലുള്ള എമൗണ്ട് എല്ലാം കൂടി കൊണ്ടുപോയിട്ടിട്ട് നമുക്കിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങണോ? വേണ്ട. ശരിക്കും അതല്ലേ നല്ലത്? അതിനുള്ള റീസൺ അല്ലെങ്കിൽ പിന്നെ ഞാൻ EMI കൊടുത്തോണ്ടിരിക്കണ്ടേ? എനിക്കറിയില്ല എന്താണ് അതിൻ്റെ ലോജിക്ക്. ഇവിടെ ഓസ്ട്രേലിയയിലെ ആൾക്കാരുടെ സാലറി കൊണ്ട് ഒതുങ്ങാവുന്ന ഒരു വാല്യൂ. മേ ബി ഞാൻ ഇന്ത്യൻ ചിന്ത ആയതുകൊണ്ടായിരിക്കാം, ഓസ്ട്രേലിയൻ ചിന്ത വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. അല്ല, അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാണ് സാധനം. ഇന്ത്യൻ വരുമാനം വെച്ചിട്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത്. സോറി, അതിനകത്ത് ഓക്കെ. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞൊരു ഒരു സീലിംഗ് ഉണ്ട്. നമുക്ക് ഒരു പിരമിഡ് നോക്കാം. ഓക്കെ, പിരമിഡിന്റെ മേലെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്ലൂ ചിപ്പ് പ്രോപ്പർട്ടി. സുജിത്ത് വരാൻ നേരത്തെ ബീച്ച് സൈഡിലൊക്കെ ചില വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ? പോർട്ട് മെൽബൺ ആ ഭാഗത്തൊക്കെ, ലൈക്ക് സെന്റ് കിൽഡ ആ ഭാഗത്തൊക്കെ പോയായിരുന്നോ? അവിടെയൊക്കെ $1 million, ഒരു $2-3 million മേലെയുള്ള വീടുകളാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രീമിയം വീടുകൾ. പിന്നീട് വരുന്നതാണ് അഫോർഡബിൾ സെഗ്മെന്റിലുള്ള വീടുകൾ. അതായത് നമ്മുടെ സാധാരണക്കാരന് എത്ര മാസം എത്ര സാലറി ഉണ്ടാവും, ഈ സാലറിയിൽ നിന്ന് നല്ല EMI കൊടുക്കാൻ പറ്റുള്ളൂ,
അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഉണ്ടാവും. അത് 500,000 ആയിരിക്കാം, 600,000 ആയിരിക്കാം, എന്തുമായിരിക്കാം. അപ്പോൾ ഈ അഫോർഡബിൾ സെഗ്മെൻറ്റിലുള്ള മാർക്കറ്റിലേ കൊണ്ടുപോയിട്ട് കാശിടാവുള്ളൂ. ഓക്കെ. പ്രീമിയത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുന്നോട്ട് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിളിൻ്റെ അത്ര ആ പെർസെൻറ്റേജ് റേറ്റിനകത്ത് ഗ്രോ ചെയ്യില്ല. കാരണം ആൾക്കാരുടെ സാലറി അതിനനുസരിച്ച് കൂടണ്ടേ? ഇല്ലല്ലോ, അത് ഓൾറെഡി സാലറിയുടെ അഫോർഡബിലിറ്റിയേക്കാൾ മേലെ കയറി കിടക്കുകയാണ്. അപ്പോൾ ആൾക്കാരുടെ സാലറി കൊണ്ട് വാങ്ങാവുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വീടിടുക. അപ്പോൾ അതും സുജിത്തിന് അറിയില്ല അത് എത്ര പ്രൈസൊക്കെ വാങ്ങണം. അതും അഗെയിൻ നമ്മുടെ റോളാണ് സുജിത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഏത് പ്രൈസ് പോയിന്റിൽ നമുക്ക് വാങ്ങണം, ഈ പ്രൈസ് പോയിന്റിൽ വീട് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ഈൽഡ് നമുക്ക് വേണം. അതായത് ഇപ്പം സുജിത്തിൻ്റെ എന്താ പറയുക, വരുമാനവും ചിലവും എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് വേണ്ട നമുക്ക് ഈ വീട് പിടിച്ചു നിർത്താൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ പിടിച്ചു നിർത്താം, അത് നമ്മൾ ഓവറോൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ ഹെൽപ്പ് വരുന്നത്.